ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പേച്ചി എന്ന് പറയുന്ന ഒരു തമിഴ് ഹൊറർ മൂവിയുടെ സ്റ്റോറിയാണ്. ഒരു കാട്, ആ ഒരു കാട്ടിൽ കൊടൂരമായിട്ടുള്ള ഒരു ആത്മാവ്. ഇതറിയാതെ ആ ഒരു കാട്ടിലേക്ക് എത്തിപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു? ഇതുപോലെ ഓരോ നിമിഷവും നമ്മളെ ഭയപ്പെടുത്തുകയും അതേപോലെ സിനിമയുടെ അവസാനം നമ്മളെ കാത്ത് കിടിലൻ ട്വിസ്റ്റുമുള്ള ഒരു മൂവിയാണിത്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരു കാടാണ്. ഈ ഒരു കാട്ടിലേക്ക് ഒരു കപ്പിള് ട്രെക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്, നമുക്കിവിടെ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോകാമെന്ന്. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ തീയൊക്കെ കാഞ്ഞ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു. തീ കത്തിക്കാനുള്ള വിറകെടുക്കാനായി അവൻ ദൂരെയുള്ള ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ മരത്തിൽ നിന്ന് ഒരു കൊമ്പൊടിച്ച് താഴെയിടുമ്പോൾ അതിലൊരു ആണി അവൻ ശ്രദ്ധിക്കുകയും അത് വലിച്ചൂരുകയും ചെയ്യുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശക്തി വെളിയിലേക്ക് പോകുകയാണ്. ആ സമയം തന്നെ അവൻ ആ മരത്തിന്റെ അവിടെ എന്തോ ഒരു സാധനത്തെ കണ്ട് പേടിച്ചലറുന്നു. എന്നാൽ ആ പെണ്ണ് അവിടെ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ അലറുന്നതോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അവൾ അറിയുന്നത് പോലുമില്ല. മറുവശത്ത് അവന്റെ അടുത്തേക്ക് എന്തോ ഒരു ശക്തി പാഞ്ഞടുക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറേ സമയമായിട്ടും അവനെ കാണാത്തത് കൊണ്ട് തന്നെ അവനെ തിരക്കി അവൾ പോകാൻ പോവാണ്. പെട്ടെന്ന് അവൾക്ക് അവിടെ നിന്നൊരു പാവയെ കിട്ടുന്നു. അത് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സമയം തന്നെ അവൾ എന്തിനെയോ കണ്ട് പേടിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, പേച്ചി. അടുത്തത് കാണിക്കുന്നത് മാരി എന്ന് പറയുന്ന ഒരാളെയാണ്. ഈ ഒരു കാടിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അയാളും ഭാര്യയും മകളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. മാരിയുടെ മകളാകട്ടെ തൻ്റെ ബർത്ത്ഡേക്ക് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അയാളിപ്പോൾ ഭാര്യയോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോകാനായി പോവാണ്. അവൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാട്ടിലേക്ക് ട്രെക്കിങ്ങിനുമൊക്കെ വരുന്നവർക്ക് ഒരു ഗൈഡായിട്ട് നിൽക്കുക എന്നതാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാട്ടിലേക്ക് ട്രെക്കിങ്ങിന് വരുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് മാറി പോകുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ശരൺ എന്ന ആളുമായിട്ട് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാരി അവിടെ നിന്ന് ഇറങ്ങുന്നു. അവർ ശരിക്കും 5 പേരാണുള്ളത്, 2 ഗേൾസും 3 ബോയ്സും. ശരൺ ഇപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അവളുടെ പേരാണ് മിയ. അവൻ്റെ ലവറാണ് മിയ. അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ആ ഒരു കാട്ടിലേക്ക് ട്രക്കിങ്ങിന് പോകാനായി ഒരുങ്ങി നിൽക്കുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ളത് ഇവൻ്റെ പേരാണ് ജെറി. അവനിപ്പോൾ ഒരു സിഗരറ്റൊക്കെ വലിച്ചു നിൽക്കുന്ന ആ ഒരു സമയം ഇവരുടെ ഗ്രൂപ്പിലെ മറ്റൊരു പെണ്ണ് അവിടേക്ക് വരികയാണ്. അവളുടെ പേരാണ് ചാരു. അങ്ങനെ അവർ 5 പേരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിൽ തന്നെയാണ് മാരിയുടെ വീട്. കാറിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് അടുക്കാറാകുമ്പോൾ തൻ്റെ അച്ഛൻ ആ കാറിലുണ്ടെന്ന് മനസ്സിലാക്കി മാരിയുടെ മകൾ കാറിന് കൈ കാണിച്ച് നിർത്തുകയാണ്. ശേഷം ഒരു മാല മാരിയുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്ന് ആ ഒരു കാടിന്റെ ഭാഗത്തേക്ക് വരികയാണ്. കാട് എത്തിയത് കൊണ്ട് തന്നെ ടെന്റ് അടിക്കാനുള്ള സാധനങ്ങളും അവരുടെ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് മാരി കാണിക്കുന്ന വഴിയിലൂടെ അവർ കാടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. കാടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും പേടിത്തൊണ്ടനായിട്ടുള്ള ജെറി ചോദിക്കുന്നുണ്ട്, മാരിയണ്ണ, ഈ ഒരു കാട്ടിൽ സിംഹം, കരടി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ജെറിക്ക് ലേശം പേടി തോന്നുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിലെ ഇവന്റെ പേരാണ് സേതു. യാതൊരു പേടിയും ഇല്ലാത്തതുപോലെയാണ് ഇവന്റെ സംസാരമൊക്കെ തന്നെ. അങ്ങനെ അവരിപ്പോൾ നടന്ന് ഒരു ചെറിയ അരുവിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മിയയും ചാരുവും വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ശബ്ദം കൂടി വരുമ്പോൾ മാരി അവർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്, അധികം ശബ്ദം നിങ്ങൾ ഈ കാട്ടിൽ ഉണ്ടാക്കരുതെന്ന്. ഇത് കേൾക്കുന്ന മിയയ്ക്ക് ശരിക്ക് ദേഷ്യം വരികയാണ്. അവൾ മാരിയോട് തട്ടിക്കയറുന്നു. ഇത് കേൾക്കുന്ന മാരിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ സേഫ്റ്റിക്കൊന്നും വേണ്ടിയല്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് എന്ന് മാരി പറയുന്നു. അങ്ങനെ അവർ വീണ്ടും ട്രെക്കിംഗ് തുടരുകയാണ്. കുറേ നേരം നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ ഇരിക്കുന്നു. ആ സമയം ജെറി ഒരു സിഗരറ്റ് വലിക്കുന്നത് കണ്ട ചാരുവിന് ദേഷ്യം വന്ന് അവനൊരു കല്ലെടുത്ത് എറിയാണ്. എന്നാൽ ആ കല്ല് അവിടെയുള്ളൊരു കൂട്ടത്തിൽ കൊണ്ടപ്പോൾ എന്തോ ഒരു ശബ്ദം അവർ കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ചാരുവും സേതുവും നോക്കാനായി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ മാരി പറയുന്നുണ്ട് അവിടേക്കൊന്നും പോകരുതെന്ന്. എന്നാൽ അതൊന്നും തന്നെ കേൾക്കാതെ ആ വള്ളികളൊക്കെ തന്നെ മാറ്റി നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് മണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരു കവാടമാണ്. അതിൻ്റെ കൂടെ ഒരു ബോർഡുമുണ്ട്, ഇതുവഴി ആരും പോകരുത് എന്ന്. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ അവർ ആ കവാടത്തിൽ കൂടി പോകാൻ പോകുമ്പോൾ മാരി അവരെ തടയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നു. എല്ലാവരും കൂടെ മാരിയുടെ നേരെ തട്ടിക്കയറുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു കാടല്ല ഇത്. പല അപകടങ്ങളും ഈ ഒരു കാട്ടിലുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ പറഞ്ഞ സ്പോട്ടിൽ ഞാൻ നിങ്ങളെ എത്തിച്ചാൽ പോരെ. ഇത് കേൾക്കുന്ന അവർ ഓക്കെ പറഞ്ഞ വീണ്ടും മാരി കാണിക്കുന്ന വഴിയിലൂടെ തന്നെ യാത്ര തുടരുകയാണ്. ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ അവരെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാരുവിന് എന്തോ ഒന്ന് ഫീലായി അവൾ ഒരു കൊക്കയുടെ അടുത്തേക്ക് വരുന്നു. അവൾ സ്വയമേ വന്നതല്ല, ആരോ അവളെ അവിടേക്ക് കൊണ്ടുവന്നതാണ്.
അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ശക്തി അവളെ ആ ഒരു കൊക്കയിലേക്ക് തള്ളിയിടാനായിട്ട് പോകുമ്പോൾ കറക്റ്റ് സമയത്ത് മാരി വന്ന് അവളെ രക്ഷിക്കുകയാണ്. ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാണ് ഞങ്ങളോട് ഒന്നും പറയാതെ ഇവിടേക്ക് വന്നത്? മാരി കണ്ടില്ലായിരുന്നെങ്കിൽ നീ ആ കൊക്കയിലേക്ക് വീണേനെ. എന്നാൽ അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ നിൽക്കുകയാണ്. കാരണം അവൾ സ്വയമേ അവിടേക്ക് വന്നതല്ലല്ലോ, ഏതോ ഒരു ശക്തി അവളെ അവിടേക്ക് എത്തിച്ചതാണല്ലോ. അങ്ങനെ അവളെയും കൂട്ടി അവരിപ്പോൾ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് അവരങ്ങനെ എത്തുന്നു. ജെറി അവൻ്റെ കയ്യിലെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാനായി നോക്കുകയാണ്. അവരുടെ കൂട്ടത്തിലെ മിയ എന്ന പെൺകുട്ടിക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിലൊന്നും ഒട്ടും താല്പര്യമില്ല. അവൾ അങ്ങനെ ഫോട്ടോ എടുക്കാതിരിക്കാനായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ പിന്നെ നിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ ചാരുവും ജെറിയും ശരണും കൂടിയൊക്കെ അവളുടെ പിറകെ ഓടി പിടിച്ചു നിർത്തുകയാണ്. ജെറി അങ്ങനെ ഫോട്ടോ എടുക്കാനായി പോകുമ്പോൾ അവൻ്റെ കണ്ണട താഴെ വീഴുന്നു. അവന് കണ്ണാടിയില്ലെങ്കിൽ ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. അങ്ങനെ താഴെ വീണ് കണ്ണടയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവരെ ആരും ആ പരിസരത്ത് പോലും കാണുന്നില്ല. ജെറിക്ക് ഇപ്പോൾ നല്ല രീതിക്ക് പേടിയാകുന്നുണ്ട്. എന്നെ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പേടിക്കില്ല, മര്യാദയ്ക്ക് നിങ്ങൾ എൻ്റെ കൺമുന്നിൽ വന്നോ എന്ന് ജെറി പറയുകയാണ്. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയം മരത്തിൻ്റെ പുറകിൽ ഒരു വയസ്സായൊരു സ്ത്രീയെ കണ്ട് അവൻ ആകെ ഞെട്ടിപ്പോകുന്നു. അവൻ പേടിച്ച് ഓടാനായി പോകുമ്പോൾ ആരോ അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിടാണ്. ആ സമയം അവരവിടേക്ക് വന്ന് അവനെ കളിയാക്കാനായി തുടങ്ങുന്നു. എടാ മോനെ ജെറി, നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ. അവൻ പറയുന്നു, എടാ ഞാൻ തനിയെ വീണതല്ല, എന്നെ ആരോ കാലിൽ പിടിച്ച് വീഴ്ത്തിയതാണ് എന്ന്. എന്നാൽ വീണ്ടും അവരുടെ കൂട്ടത്തിലെ സേതു അവനെ കളിയാക്കുമ്പോൾ ജെറിക്ക് ശരിക്ക് ദേഷ്യം വന്ന് അവനെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ മാരിച്ചേട്ടൻ പോകണ്ട എന്ന് പറഞ്ഞ ആ ഒരു വഴിയിൽ കൂടി നിനക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ? നീ അത്രയ്ക്ക് വലിയൊരു ധൈര്യശാലിയാണെങ്കിൽ ആ വഴിയൊന്ന് പോയി കാണിക്ക്. ഇത് കേട്ട ഉടനെ സേതുവിന് വാശി കയറുകയാണ്. അവൻ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അവിടേക്ക് പോകാനായി പോകുന്നു. ഉടനെ ചാരു പറയുന്നുണ്ട്, എടാ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അവരവിടേക്ക് പോകാൻ പോകുമ്പോഴാണ് മാരി അവിടേക്ക് വരുന്നത്. നിങ്ങളൊക്കെ ഇത് എന്ത് ഭാവിച്ചാണ്? ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ആ ഒരു വഴി പോകരുത്, അത് നിങ്ങൾക്ക് ആപത്താണെന്ന്. ഇത് കേൾക്കുമ്പോൾ ചാരു ശരിക്കും ആര്യയോട് ചൂടാവുന്നുണ്ട്. എടോ, താൻ വെറും ഒരു ഗൈഡ് മാത്രമാണ്. തൻ്റെ പറച്ചിൽ കേട്ടാൽ താൻ ഈ കാടിൻ്റെ മുതലാളിയാണെന്ന് തോന്നുമല്ലോ. ഞങ്ങളുടെ സേഫ്റ്റി നോക്കാനേ ഞങ്ങൾക്കറിയാം. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവിടേക്ക് പോവാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പഴക്കമുള്ളൊരു വീട് കാണുന്നുണ്ട്. യാതൊരു ഭയവും കൂടാതെ അവർ ആ ഒരു വീട്ടിലേക്ക് കയറുന്നു. ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ വികൃതമായിട്ടുള്ള പാവകളും അതേപോലെ മന്ത്രവാദത്തിൻ്റെ ഓരോ സംഭവങ്ങളും ഒക്കെ കാണുകയാണ്. ചാരു ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു പാവയും ഒത്ത് സെൽഫി വരെ എടുക്കുന്നുണ്ട്. എന്നാൽ ആ എടുത്ത സെൽഫിയിൽ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയുടെ രൂപം കണ്ട് അവൾ ശരിക്കും പേടിക്കുന്നുണ്ട്. ശേഷം ആ ഒരു വീടിൻ്റെ ജനലിൽ കൂടി നോക്കുമ്പോൾ ആ ഫോണിൽ കണ്ട അതേ അമ്മൂമ്മ ദേ ഇപ്പോൾ വെളിയിൽ നിന്ന് ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നു. പേടിച്ച് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഇപ്പോൾ സേതു വന്ന കാര്യം തിരക്കുകയാണ്. എന്നാൽ അവനവിടെ യാതൊന്നിനെയും കാണാൻ സാധിക്കുന്നില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വയസ്സായ ഒരു സ്ത്രീ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുകയാണ്. കുറേ നേരമായിട്ടും ഇപ്പോൾ അവരെ കാണാത്തത് കൊണ്ട് തന്നെ മാരിയും ശരണും കൂടി അവരെ തിരക്കി പോവാണ്. ആ ഒരു കവാടത്തിന് മുന്നിൽ എത്തുമ്പോൾ മാരി ഭയങ്കരമായി ഭയപ്പെടുന്നുണ്ട്. അവരങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരാളുടെ കരച്ചിൽ കേൾക്കുന്നു. അവരത് നോക്കി പോകുമ്പോൾ കാണുന്നത് മുഖത്ത് ചോരയൊക്കെ പറ്റി അവിടെ കിടക്കുന്ന ചാരുവിനെയാണ്. ശരൺ പേടിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ചാരുവും സേതുവും കൂടി അവർക്കിട്ട് കൊടുത്തൊരു പ്രാങ്ക് ആയിരുന്നു അത്. ഇത് കാണുന്ന ശരണിനും മാരിക്കും ദേഷ്യം വന്ന് അവിടെ നിന്നും പോകുന്നു. അവരുടെ തൊട്ടുപുറകെ ചാരുവും അതേപോലെ സേതുവും അവരെ കളിയാക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ശരണും മാരിയും ജെറി മിയ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ പേടിച്ച് നിൽക്കുന്ന ചാരുവിനെയും അതേപോലെ തന്നെ സേതുവിനെയുമാണ്. ഇത് കാണുമ്പോൾ തന്നെ ശരണ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നേരം ഞങ്ങളുടെ പുറകെ കളിയാക്കി നടന്ന ചാരുവും സേതുവും അത് ആരായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇപ്പോൾ അവന് ശരിക്കും വട്ടടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശരൺ ഇപ്പോൾ മാരിയോട് ചോദിക്കുന്നുണ്ട്, മാരിയണ്ണ, ഈ ഒരു കാട്ടിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ പേടിക്കുന്നത് ശരിക്കും ആരെയാണ് എന്നൊക്കെ. മാരി ഇപ്പോൾ ആ ഒരു കഥ പറയാനായി തുടങ്ങുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്ഥലത്ത് പേച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ പോയ ആ ഒരു വീടില്ലേ, അവിടെയായിരുന്നു ആ ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു അവർ. എന്നാൽ പേച്ചിക്ക് മന്ത്രവാദത്തിലൊക്കെ ആയിരുന്നു താല്പര്യം. അങ്ങനെ മന്ത്രവാദത്തിൻ്റെ കൂടുതൽ മന്ത്രങ്ങളും ക്രിയകളും ഒക്കെ പഠിച്ചതിന് ശേഷം ആ ഒരു വീട്ടിൽ തന്നെ ക്രൂരമായിട്ടുള്ള ചില മന്ത്രവാദങ്ങളൊക്കെ നടത്താനായി തുടങ്ങി.
അവരെ ഈ മന്ത്രവാദത്തിലും ക്രിയകളിലും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാരും പേച്ചിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവരുടെ മന്ത്രവാദം അതിര് കടന്നു. മന്ത്രവാദത്തിനായി ആ പേച്ചി കുട്ടികളെ ബലി കൊടുക്കാനായി തുടങ്ങി. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ നേരെ കാട്ടിലെ മൂപ്പന്റെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ മൂപ്പൻ പേച്ചിയെ പിടിച്ചുകൊണ്ട് വരാനായി 2 പേരെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു മന്ത്രവാദത്തിന്റെ ശക്തി കൊണ്ട് ഒരു പാവ ഉപയോഗിച്ചിട്ട് അതിലൊരാളെ കൊല്ലുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ മറ്റേയാൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അതിനുശേഷം ഈ ഒരു പേച്ചിയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല. ആ ഒരു പേച്ചി ശരിക്കും ആരാണ്, ആ ഒരു വീട്ടിൽ അവർ എന്താണ് ശരിക്കും ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടി നാട്ടിലുള്ളവർ ഒരു പൂജാരിയെ ചെന്ന് കണ്ടു. ആ പൂജാരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവരാകെ പരിഭ്രാന്തിയിലാവുകയാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു പേച്ചി ഒരു സാധാരണ സ്ത്രീയല്ല. നമ്മളൊക്കെ ആരാധിക്കുന്നത് ദൈവത്തിനെയാണ്, എന്നാൽ ആ ഒരു പേച്ചി ആരാധിക്കുന്നത് ചെകുത്താന്മാരെയാണ്. ചെകുത്താന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെകുത്താന് വേണ്ട കാര്യങ്ങൾ, പൂജകൾ, ഇതെല്ലാം തന്നെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആരാധിക്കുന്നവർക്ക് ചെകുത്താന്മാർ വരം കൊടുക്കും. അങ്ങനെ ഇപ്പോൾ പേച്ചിക്ക് കൊടുത്തിരിക്കുന്ന വരം എന്താണെന്ന് വെച്ചാൽ മരണമില്ലാത്ത ജീവിതമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ ഈ ജപിച്ചു തരുന്ന ഏലസ് കെട്ടിക്കൊണ്ട് നിങ്ങൾ ആ ഒരു പേച്ചിയുടെ വീട്ടിൽ പോയി അവളെ കൊന്നു കളയണം. അങ്ങനെ ഇപ്പോൾ പൂജാരി കൊടുത്ത ഏലസും കെട്ടിക്കൊണ്ട് അവർ ആ ഒരു വീട്ടിലേക്ക് ചെന്ന പേച്ചിയെയും അവരുടെ ആൾക്കാരെയും ഒക്കെ തന്നെ കൊല്ലുകയാണ്. മറുവശത്ത് പൂജാരി എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്ത് ഒരു പാവയിൽ ആണി തറച്ച മരത്തിൽ തൂക്കുന്നു. അതിനുശേഷം ആ പൂജാരി അവരോടായി പറയുന്നുണ്ട്, ഈ ഒരു ആണി ആരെങ്കിലും ഊരിയെടുക്കുന്നത് വരെ പേച്ചിയുടെ ആത്മാവിനെ പുറത്തു വരാനായി സാധിക്കില്ല. ഇനി എങ്ങാനും ആരെങ്കിലും ഇത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വരികയും പിന്നെ അവളെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാനും സാധിക്കില്ല. അവൾക്ക് ഈ ഒരു കാടിന്റെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും. ഇനി എങ്ങാനും ആ ഒരു പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു കാടിന്റെ ഒരു അതിര് വരെ അവൾക്ക് വരാൻ സാധിക്കാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചില മന്ത്രങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു കാട്ടിൽ ഒരു കവാടം പോലെ അവർ ഉണ്ടാക്കി. മാരി പറയുന്നു, നിങ്ങൾ കയറിപ്പോയ ആ ഒരു കവാടമായിരുന്നു അത്. ഇത് കേട്ട പാതി ശരൺ പറയുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം ഈ ഒരു കാട്ടിൽ നിന്ന് പുറത്തു കടക്കണം. ഒരു നിമിഷം പോലും നമ്മൾ ആരും ഈ ഒരു കാട്ടിൽ നിൽക്കാൻ പോലും പാടില്ല. അങ്ങനെ അവർ പോകാനായി പോകുമ്പോഴാണ് ജെറി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ക്യാമറ കാണുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ആ ഒരു ക്യാമറ വെച്ചത്, സോ അത് എടുത്തിട്ട് നമുക്ക് പോകാമെന്ന്. ഇത് കേട്ടപാടെ മാരി അവനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ലേ? ആ ഒരു പേച്ചി, അവളുടെ ആത്മാവ് ഇവിടെ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ നിൽക്കുന്ന ഓരോ സമയവും അത് ജീവന് തന്നെ ആപത്താണ്. എന്നാൽ ജെറി പറയുന്നുണ്ട്, 5 ലക്ഷം രൂപയുടെ ക്യാമറയാണത്, ഞാനതില്ലാതെ വരത്തില്ല. അങ്ങനെ ഇപ്പോൾ മാരിയും ജെറിയും കൂടി അത് എടുക്കാൻ വേണ്ടി പോകുകയാണ്. ആ മരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ക്യാമറ കാണുന്നുണ്ട്. ജെറി അത് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മാരി പറയുന്നു, വേഗം 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 അത് എടുത്തിട്ട് വാ എന്ന്. എന്നാൽ ജെറി ആ ക്യാമറ എടുത്തിട്ട് അതിലെ വിഷ്വൽസ് ഒക്കെ നോക്കുന്ന സമയം അതിലെ ഒരു വീഡിയോ കാണുകയാണ്. അത് അവൻ ക്യാമറ എടുക്കാൻ പോകുന്ന ആ ഒരു വിഷ്വലാണ്. എന്നാൽ അതിൽ നോക്കുമ്പോൾ അവനെ മാത്രമേ കാണുന്നുള്ളൂ. മാരി, അയാളെ ആ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കുന്നില്ല. അവൻ അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മുന്നിൽ 2 മാരിയെ കാണുന്നു. അതിൽ ഒരു മാരിയാകട്ടെ, നിന്റെ മുന്നിലുള്ളത് ഞാനല്ല, അത് പേച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ജെറിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. അവൻ പേടിച്ച് വിറച്ച തൊറ്റു മുന്നിലുള്ള മാരിയെ തട്ടിമാറ്റി ഓടിപ്പോയ മാരിയുടെ പുറകെ ഓടിപ്പോവാണ്. അതായത് പേച്ചിയുടെ മായാവലയത്തിൽ പാവം ജെറി പെട്ടുപോയി. കാരണം അവൻ ഓടിപ്പോയത് അത് ഒറിജിനൽ മാരിയുടെ അടുത്തേക്കായിരുന്നില്ല, അത് പേച്ചിയായിരുന്നു. അങ്ങനെ ആ പേച്ചിയുടെ പുറകെ പോയി അവനിപ്പോൾ കാട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആ സമയം മാരി അവിടെ കൂടി ഓടുന്നത് കാണുമ്പോൾ ജെറി നേരെ അവൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഒരു സ്ഥലം എത്തുമ്പോൾ മാരി തിരിഞ്ഞു പോലും നോക്കാതെ അനങ്ങാതെ നിൽക്കുന്നത് ജെറി കാണും. അവൻ നേരെ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ അത് മാരിയല്ല, അത് അവൻ തന്നെയാണ്, അതായത് അവൻ്റെ രൂപത്തിൽ വന്ന പേച്ചി. അവൻ പേടിച്ച് നിലവിളിച്ച നേരെ പോകുന്നത് ആ ഒരു പേച്ചിയുടെ വീട്ടിലേക്കാണ്. ഇപ്പോഴാണ് അവൻ ശരിക്കും അപകടത്തിലേക്ക് പെട്ടത്. അവൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ജനലും വാതിലുകളും ഒക്കെ തനിയെ ക്ലോസ് ആവുന്നു. അവൻ അങ്ങനെ നിലത്ത് വീണ് കിടക്കുമ്പോൾ തൊട്ടു മുന്നിൽ ആ പേച്ചി നിൽക്കുന്നു. അവനെ ഒരു ഒറ്റ അടി അടിക്കുകയാണ്. അവൻ്റെ കഥ അവിടെ കഴിഞ്ഞു. അവൻ്റെ ആ ഒരു അലർച്ച ശരൺ കേൾക്കുന്നുണ്ട്. അവൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ മാരി മാത്രമേ ഉള്ളൂ. ജെറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാമെന്നാണ് പറയുന്നത്. എന്നാൽ ജെറി ഇല്ലാതെ എങ്ങോട്ടും പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ശരൺ ഇപ്പോൾ അവനെ തിരക്കി പോകുന്നു. അങ്ങനെ പോകുന്ന വഴി അവിടെ ഒരു പഴയ ടെൻറ്റ് കാണുകയാണ്. അതിലൊരു വീഡിയോ ക്യാമറയും ഉണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ശരൺ കാണുന്ന വിഷ്വൽസ് സിനിമയുടെ തുടക്കത്തിൽ ഒരു കപ്പിൾ ഇവിടേക്ക് വന്നില്ലേ, അതിലെ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ആ ഒരു വിഷ്വലിലുള്ളത്. ആ പെൺകുട്ടി അവൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയം എന്തോ ഒരു സാധനം വേഗത്തിൽ വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം അവർ വന്ന് മിയയോടുമൊക്കെ കാര്യം പറയുകയാണ്. മാരി പറയുന്നുണ്ട്, ഇനിയൊരു നിമിഷം പോലും നമുക്കിവിടെ നിൽക്കണ്ട, ബാ വേഗം പോകാമെന്ന്. ഇത് കേൾക്കുന്ന മിയയ്ക്ക് ആകെ കലികേറി അവനോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളില്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ സാധിക്കും?
സമ്മതിക്കും? ഇത് കേട്ട പാടെ മാരി പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ എന്നോട് തട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. ഇതും പറഞ്ഞ മാരി അവിടെ നിന്നും പോകുകയാണ്. സേതു അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. ആ സമയം ചാരു എന്തോ ഒരു ബാധ കയറിയതുപോലെ അവരോട് ആരോടും ഒന്നും പറയാതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇത് കാണുന്ന മിയയും ശരണും അവളുടെ പുറകെ പോകുന്നുണ്ട്. ചാരു ഒരു മരത്തിന്റെ അടുത്ത് വന്ന് അനങ്ങാതെ നിൽക്കുകയാണ്. മിയയും ശരണും അവളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു സെക്കൻഡിൽ എന്തോ ഒന്ന് വേഗം വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോവാണ്. ഇത് കണ്ട് പേടിച്ച് അവർ വലിയ വായിലെ നിലവിളിക്കുകയാണ്. ഇവരുടെ ഈ ഒരു നിലവിളി കേൾക്കുന്ന മാരിയും സേതുവും അവരെ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്നത് പേടിച്ച് ഓടി വരുന്ന മിയയെയും അതേപോലെ ശരണിനെയുമാണ്. അവർ ഓടി വരുന്നതേ പേച്ചി വന്നു വന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കേട്ട പാതി മാരി പറയുന്നുണ്ട്, വാ വാ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, വേഗം പോകാം, എൻ്റെ പിന്നാലെ ഓടിക്കോ എന്ന്. അങ്ങനെ ഓടി ഓടി മാരി ആ ഒരു കവാടം ക്രോസ് ചെയ്യാണ്. ഹാവു, ഇനി എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പുറകിൽ അവരില്ല. ഇനി അവരെ നോക്കാനാണെങ്കിൽ അവരിപ്പോഴും മാരിയുടെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് സംശയം തോന്നുന്നു. അങ്ങനെ അവർ അവിടെ സ്റ്റോപ്പ് ആവുന്നു. മറ്റേ വശത്ത് മാരിക്ക് വീണ്ടും അവർ കാട്ടിലേക്ക് കയറാനുള്ള ധൈര്യമില്ല. എന്നാൽ പോകാൻ മനസാക്ഷി സമ്മതിക്കുന്നുമില്ല. അങ്ങനെ മാരി വീണ്ടും ആ ഒരു കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറുകയാണ്. അങ്ങനെ ഇപ്പോൾ ശരണും സേതുവും മിയയും കൂടി ഒരു വീട് കാണുകയാണ്, അതായത് പേച്ചിയുടെ വീട്. മാരി ഇപ്പോൾ അവരെ അന്വേഷിച്ച് കാട്ടിൽ വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ പേച്ചിയുടെ മുന്നിൽ ആ ഒരു മാരി വന്ന് പെടാണ്. എന്നാൽ അവനെ ഒന്നും ചെയ്യാതെ പേച്ചി അവിടെ നിന്ന് പോകുന്നു. അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം മരണം മുന്നിൽ കണ്ടതാണ്. പിന്നീട് ശരൺ, സേതു, മിയ അവരെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ആ ഒരു പേച്ചിയുടെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് മിയയെ കാണാതാവുന്നു. നോക്കുമ്പോൾ അവൾ ആ ഒരു വീട്ടിൽ ഒരുമാതിരി നിൽക്കുന്നത് കാണുന്നു. വാടാ, അവളെ നമുക്ക് രക്ഷിച്ചിട്ട് വരാം എന്ന് ശരൺ പറയുമ്പോൾ ഒന്ന് പോയേടാ എന്ന് പറഞ്ഞിട്ട് സേതു ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സേതു ഓടി ഓടി ആ ഒരു കവാടം ക്രോസ് ചെയ്തു. ഹാവു, ആശ്വാസമായി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ആ കവാടത്തിനപ്പുറത്ത് ചോരയിൽ കുളിച്ച് ജെറി കിടക്കുന്നത് കാണുന്നു. പിന്നെ അവൻ ഒന്നും നോക്കാതെ ജെറിയുടെ അടുത്തേക്ക് എത്തി അവനെ തോളിൽ കൈയിട്ട് ആ ഒരു കവാടം ക്രോസ് ചെയ്യാൻ പോവാണ്. വാടാ വാ, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം, ഈ ഒരു കവാടം എത്രയും വേഗം നമുക്ക് ക്രോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ജെറി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. നീ എന്താണോ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോൾ അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ജെറിയല്ല, മറിച്ച് പേച്ചിയാണ്. പിന്നത്തെ കാര്യം ഒന്നും പറയണ്ടല്ലോ, അവൻ്റെ ഒരു അലർച്ചയാണ് പിന്നീട് കേൾക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ശരണിനെയും മിയയെയുമാണ്. മിയ ഇപ്പോൾ എന്തോ ബാധ കയറിയതുപോലെ ആ വീട്ടിലെ ഭിത്തിയിൽ തലയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരൺ കഷ്ടപ്പെട്ട് അവളെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവർ ആ ഒരു വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മാരി അവരുടെ അടുത്തേക്ക് വരുന്നു. വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ അവർക്ക് വിശ്വാസം വരുന്നില്ല, ഇനി ഇത് പേച്ചിയാണോ എന്ന് വെച്ച്. മാരി കഴിയുന്നത്ര അവരെ വിശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെയാണ്, എന്നെ വിശ്വസിക്ക്, എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഏലസ് കണ്ടോ, ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ആ പേച്ചിക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പുറത്തെത്തിക്കാം, എൻ്റെ കയ്യിൽ പിടിച്ചോ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഒരു വിധത്തിൽ അവർ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി ആ ഒരു കവാടം എത്തുമ്പോൾ ശരണിനും മാരിക്കും അത് ക്രോസ് ചെയ്യാൻ പറ്റി. എന്നാൽ എന്തിലോ കാലുതട്ടി വീണ മിയയ്ക്ക് ആ ഒരു കവാടം ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അവൾ ഉള്ളിലാവുകയാണ്. അവൾ ആ ഒരു കവാടം കടക്കാനായി പോകുമ്പോഴേക്കും പേച്ചി വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് കാണുന്ന ശരൺ നേരെ അങ്ങോട്ടേക്ക് പോകാനായി പോകുന്നു. മാരി അവനെ തടയുന്നുണ്ടെങ്കിലും അയാളെ തള്ളി മാറ്റി ശരൺ ഇപ്പോൾ ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാണ്. ആ കാട്ടിലെത്തുമ്പോൾ ജെറിയെയും അതേപോലെ ചാരുവിനെയും ഒക്കെ കാണുന്നുണ്ട്, അവരുടെ ആത്മാക്കളെ. അങ്ങനെ പേച്ചി ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവനെ ഒന്നും ചെയ്യാൻ പേച്ചിക്ക് സാധിക്കുന്നില്ല. നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ്റെ പോക്കറ്റിൽ മാരിയുടെ കഴുത്തിലെ ഏലസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഏലസ് മുറുകെ പിടിച്ചുകൊണ്ട് ശരൺ ഇപ്പോൾ ആ ഒരു കവാടം താണ്ടുകയാണ്. എന്നാൽ കവാടത്തിന് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന മാരിയെ അവൻ കാണുന്നു. പേച്ചിക്ക് ഈ ഒരു കവാടത്തിന് ഇപ്പുറത്തേക്ക് വരാൻ സാധിക്കില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മാരി മരിച്ചത്? അങ്ങനെ അവനിപ്പോൾ ഓടി ഓടി റോഡിലെത്തുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കൂടെയുള്ള എല്ലാവരും പോയതോർത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു വണ്ടി വരികയാണ്. അവൻ നേരെ ഓടിച്ചെന്ന് അതിന് കൈ കാണിക്കുകയും ചെയ്തു. ആ കാറിലുണ്ടായിരുന്നയാൾ അവനെ കാറിലേക്ക് കയറ്റുന്നു. എന്നാൽ കാറിൽ കയറുമ്പോൾ അവൻ ആകെ ഷോക്കാവാണ്. കാരണം മരിച്ചു എന്ന് കരുതിയ മിയ ദേ ആ കാറിലിരിക്കുന്നു. അവൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കാറിലുണ്ടായിരുന്നയാൾ അവൻ്റെ മുഖത്തിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. ബോധം വരുമ്പോൾ അവനുള്ളത് ആ ഒരു പേച്ചിയുടെ വീട്ടിലും ആ ഒരു ഡ്രൈവറും അവിടെ തന്നെയുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് മറ്റൊരാളും കൂടി വരികയാണ്. അത് മറ്റാരുമല്ല, ശരണിൻ്റെ ലവറായിട്ടുള്ള മിയയാണ്. ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ശരണിനെയും ചാരുവിനെയും ബാക്കി ഫ്രണ്ട്സിനെയും ഒക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അന്ന് പേച്ചിയെയും അവരുടെ ആൾക്കാരെയും ഒക്കെ തന്നെ കൊന്നു കളഞ്ഞല്ലോ. അതിലൊരു കുട്ടി മാത്രം രക്ഷപ്പെട്ടിരുന്നു. ആ കുട്ടി ഇപ്പോൾ പ്രായമായിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ രണ്ടാൾക്കാർ വന്ന് ആ മരത്തിൽ നിന്ന് ആണി ഊരിയല്ലോ. അപ്പോൾ തന്നെ ഈ ഒരു മുത്തശ്ശിക്ക് ഉൾവിളി വന്നിട്ടുണ്ടായിരുന്നു, പേച്ചി പുറത്തു കടന്നുവെന്ന്. അങ്ങനെ ആ ഒരു പേച്ചിയുടെ നരബലി പൂർത്തിയാക്കാൻ ഇനിയും ആളുകളെ വേണം. ആ ഒരു ആൾക്കാരെ ഒപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു കുടുംബത്തിലെ അവസാന കണ്ണിയായിട്ടുള്ള മിയയാണ്. അങ്ങനെയാണ് ശരണിനെയും ഒക്കെ അവൾ പരിചയപ്പെട്ടതും അവരെ ഈ ഒരു കാട്ടിലേക്ക് കൊണ്ടുവന്നതും. അത് മാത്രമല്ല, മാരിയെ കൊന്നത് അത് മിയയാണ്. ആ
ഒരു പേച്ചിയുടെ നരബലി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ശരണിനെ പിടിച്ചു കൊടുത്തതോടെ അതോടെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക, ലൈക്കും ചെയ്യുക.